മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം ആ വീടിന് നേർക്ക് കല്ലേറുണ്ടായി. മയക്കത്തിലായിരുന്ന അലീന വലിയ ശബ്ദം കേട്ട് കണ്ണു തുറന്നു. അവൾ എൽസമ്മയുടെ മുറിയിൽ സോഫാക്കം ബെഡിൽ കിടക്കുകയായിരുന്നു. അവൾ വാതിൽ കടന്ന് ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ബബിതയും ടാനിയായും ടെൽസയും ടോജോയും പേടിച്ചു വിറച്ചോടി വരുന്നു. വീടിന്റെ വാതിലുകളിലും ജനാലകളിലും കല്ലുകൾ വന്ന് പതിക്കുന്ന ഒച്ച ഇടതടവില്ലാതെ മുഴങ്ങി. അലീന വീടിനുള്ളിലെയും പുറത്തെയും ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തു. ജനാല ചില്ലകൾ പൊട്ടിച്ചിതറിക്കൊണ്ടിരുന്നു. വീടിന് മുന്നിൽ നായ്ക്കൾ ഗർജിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ടെൽസയും ടോജോയും ഭയന്ന് വിറയ്ക്കുകയാണ്. ടാനിയയുടെ മുഖം പേടികൊണ്ട് വിളറി വെളുത്തു. ടെൽസ പേടിച്ച് കരയുവാൻ തുടങ്ങി. കല്ലേറ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനാല ചില്ലകൾ തകരുന്ന ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. റോഡിന് അഭിമുഖമായിട്ടുള്ള മുറികളിലേക്ക് പൊട്ടിത്തകർന്ന ജനാലകളിലൂടെ കല്ലുകൾ വന്നു വീണു. ബബിതയും ഭയന്ന് നിൽക്കുകയാണ്. ടെൽസയും ടോജോയും അലീനയുടെ പിൻപിൽ വന്ന് മറഞ്ഞു നിന്നു. അലീന അവരെ എൽസമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ടെൽസയെയും ടോജോയെയും അവൾ സമാധാനിപ്പിച്ചു. പേടിക്കണ്ട കേട്ടോ, കുറെ കഴിഞ്ഞ് കൈ കുഴയുമ്പോൾ അവർ തിരിച്ചു പോയിക്കൊള്ളും. അവരെല്ലാവരും കൂടി അകത്തോട്ട് കയറി വന്നാലോ ചേച്ചി? ടോജോ പേടിയോടെ ചോദിക്കുകയാണ്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നായ്ക്കൾ ഉള്ളത് കൊണ്ട് അവർക്ക് അത്രയും ധൈര്യം ഉണ്ടാവില്ല. അലീന ലിവിംഗ് റൂമിലേക്ക് പോകുവാൻ ഭാവിച്ചപ്പോൾ ബബിത തടഞ്ഞു. ചേച്ചി ഇപ്പം അങ്ങോട്ട് പോവല്ലേ, ഞാൻ വാതിലൊന്നും തുറക്കില്ല, നീ പേടിക്കണ്ട. അലീന ലിവിംഗ് റൂമിലെ ലൈറ്റ് അണച്ചു. എന്നിട്ട് പുറത്തെ ലൈറ്റുകളെല്ലാം ഇട്ടു. അല്പം ശമിച്ചിരുന്ന കല്ലേറ് വീണ്ടും പൂർവാധികം ശക്തമായി. കാറിനു മീതെ കല്ലു വീഴുന്ന ശബ്ദം മുഴക്കത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അലീന ഒരു ജനലരികിൽ ചെന്ന് ഭിത്തിക്ക് മറഞ്ഞു നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. റോഡിൽ 6-7 പേരുണ്ടെന്ന് അവൾ കണ്ടു. റോഡ് പണിക്ക് കൊണ്ടുവന്നിറക്കിയ മെറ്റൽ കൂമ്പാരത്തിൽ നിന്നാണ് കല്ലുകൾ പെറുക്കി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയൽ വീടുകളിൽ ലൈറ്റുകൾ തെളിയുകയും ആളുകൾ പുറത്തിറങ്ങുകയും ചെയ്തതോടെ കല്ലേറ് നിർത്തിയിട്ട് അക്രമി സംഘം പിൻവാങ്ങി. അലീന ചെന്ന് മുൻവാതിൽ തുറന്നു. സിറ്റൗട്ടിലും കാർ പോർച്ചിലും മുറ്റത്തുമെമ്പാടും കരിങ്കൽ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നു. കാറിന്റെ പിൻഭാഗത്തെ ചില്ല് വെടിഞ്ഞു കീറിയിരുന്നു. അതിന്റെ ഡിക്കിയും ബമ്പറും ടോപ്പും കല്ലേറിൽ ചുളുങ്ങിയിട്ടുണ്ട്. അയൽക്കാരിൽ ചിലർ അവരവരുടെ സിറ്റൗട്ടുകളിലും ടെറസുകളിലും ഇറങ്ങി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അലീന അകത്ത് കയറി വാതിലടച്ചു. അവർ പോയി, ഇനി പേടിക്കണ്ട, അവൾ കുട്ടികളോട് പറയുകയാണ്. ടോജോ വിറയലോടെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആരായിരുന്നു ചേച്ചി അത്? അതിന് ബബിതയാണ് മറുപടി പറഞ്ഞത്. അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ടാനിയ ചേച്ചി കൂടെ ചെല്ലാതിരുന്നതിൻ്റെ ദേഷ്യം തീർത്തതാ. ടാനിയയുടെ മുഖം വല്ലാതെയായി. അവൾ ചോദിക്കുകയാണ്, ഷാനും ഉണ്ടായിരുന്നോ കല്ലെറിയാൻ? എന്തിനാ ഷാൻ? അവൻ്റെ പിന്നിൽ ആളുകളുണ്ടെന്ന് മനസ്സിലായില്ലേ? അലീന അത് നീരസത്തോടെയാണ് പറഞ്ഞത്. ടാനിയയുടെ മുഖം താണു. ബബിത ചോദിക്കുകയാണ്, പപ്പയെ വിളിച്ച് പറയണ്ടേ ചേച്ചി? ഇനി ഈ രാത്രിയിൽ പപ്പയുടെ ഉറക്കം കെടുത്തിയിട്ട് എന്ത് കാര്യം? അവർ പോയില്ലേ? നേരം വിളിക്കട്ടെ. ബെഡുകൾ എടുത്തു കൊണ്ടുവന്ന് എൽസമ്മയുടെ മുറിയിലിട്ട് അവിടെയാണ് അലീനയും മറ്റുള്ളവരും ആ രാത്രി കഴിച്ചു കൂട്ടിയത്. രാവിലെ അലീന ഫോണിൽ വിളിച്ച് സ്റ്റാൻലിയെ വിവരമറിയിച്ചു. സ്റ്റാൻലി അഞ്ചലിൽ നിന്നും പോലീസിനെയും കൂട്ടിയാണ് വീട്ടിലെത്തിയത്. പോലീസ് വീടും പരിസരവും പരിശോധിച്ചു. സ്റ്റാൻലിയുടെ പരാതിയിന്മേൽ കേസെടുത്ത് FIR മറ്റും തയ്യാറാക്കി വീടിന് 50,000 രൂപയുടെ നഷ്ടമുണ്ടെന്ന് അവർ കണക്കാക്കുകയും ചെയ്തു. അലീനയോട് പോലീസ് ചോദിക്കുകയാണ്, കല്ലെറിഞ്ഞവരിൽ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല സർ, റോഡിൽ വെളിച്ചം കുറവായിരുന്നു. പോലീസ് അയൽക്കാരെ കണ്ട് തെളിവ് ശേഖരിക്കുവാൻ വേണ്ടി പോയി. പക്ഷെ അയൽക്കാരും ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കേസിന്റെ പുറകെ പോകാനും സാക്ഷി പറയാനും അവർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ആരൊക്കെയാണ് കല്ലെറിഞ്ഞത് എന്നറിയുവാൻ ആ പയ്യനെയും കൂട്ടുകാരെയും വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്താൽ മതി. ആ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് SIയും സംഘവും തിരികെ പോയി. ഉടനെ സ്റ്റാൻലി അലീനയോട് നീരസപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ നീ ഇന്നലെ രാത്രിയിൽ എന്നെ വിളിക്കാതിരുന്നത്? രാത്രിയിൽ പപ്പയുടെ വന്നിട്ട് എന്തു ചെയ്യാനാ? അവരിന്നലെ പകൽ ടാനിയായെ വിളിച്ചുകൊണ്ട് പോകുവാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ വിവരം അറിയിക്കാതിരുന്നത്? പപ്പ വന്നാൽ പ്രശ്നം കുറച്ചുകൂടി വഷളാകത്തേ ഉള്ളെന്ന് തോന്നിയത് കൊണ്ടാ. പപ്പയ്ക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പപ്പയുള്ളപ്പോൾ ടാനിയായിക്കും വാശി കൂടുതലാ. അത് സത്യമാണെന്ന് സ്റ്റാൻലിക്ക് അറിയാം. അയാൾ അതോടെ അടങ്ങി. വൈകുന്നേരം സ്റ്റാൻലി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് തിരക്കി. കല്ലെറിഞ്ഞത് ആരൊക്കെയാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു SI പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻലി, അതെന്താ അങ്ങനെ? പകൽ പോലെ വ്യക്തമല്ലേ കാര്യങ്ങൾ? അവനെയും കൂട്ടുകാരെയും പിടിച്ച് ചോദ്യം ചെയ്താൽ എല്ലാം വ്യക്തമാവില്ലേ? ഷാൻ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആയൂരിലെ ബന്ധുവീട്ടിലായിരുന്നു. വിശ്വസിക്കാവുന്ന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഷാൻ നേരിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യിച്ചതാവാം. അവൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. താങ്കൾക്കത് തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, ആരൊക്കെയാണ് ഇതിൻ്റെ പിൻപിലുള്ളതെന്ന് അറിയാഞ്ഞിട്ടല്ല സാർ. ഞാൻ മുഖം നോക്കാതെ ആക്ഷൻ എടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ വീടും കുടുംബവും എല്ലാം കെട്ടിപ്പെറുക്കി അങ്ങ് കാഞ്ഞാറിലോ പൂഞ്ഞാറിലോ ഒക്കെ പോകേണ്ടി വരും. എനിക്ക് പകരം വന്ന് ചാർജ് എടുക്കുന്നയാൾ ഞാൻ തുടങ്ങി വെച്ച നടപടികൾ മുഴുവൻ തിരുത്തും. ഫലത്തിൽ സാറിന് നീതി കിട്ടത്തുമില്ല. എനിക്കത് പാരയായി തീരുകയും ചെയ്യും. സാറേ, ഇവിടുത്തെ ട്രേഡ് യൂണിയനിലുള്ള ആളുകളാണ് അവിടെ വന്ന് വീട് എറിഞ്ഞ് തകർത്തത്.
പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നലെ രാത്രി പിള്ളേർ അവിടെ വന്ന് എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, സാർ കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് വരുത്തിയാൽ മതിയെന്ന്. ആരെയും സംശയിക്കാനും കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ഒന്നും പോയേക്കരുതെന്നാ മുന്നറിയിപ്പ്. സാറേ, ഈ രാഷ്ട്രീയക്കാർ നന്നാകാതെ പോലീസ് നന്നാവില്ല. ഉടനെ സ്റ്റാൻലി പറയുകയാണ്, ഞാനൊരു മിലിറ്ററി ഓഫീസറായിരുന്നു. നാടിന്റെ അതിർത്തി സംരക്ഷിക്കാനും നാട്ടുകാരുടെ സുരക്ഷയ്ക്കും വേണ്ടി പൊരുതിയിട്ടുള്ളവനാ. എനിക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് എങ്ങനെ നീതി കിട്ടും? നീതി ആർക്ക് കിട്ടുന്നു സാറേ? എന്നെ പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നീതി കിട്ടുന്നില്ല. എവിടെയെങ്കിലും സംഘർഷമുണ്ടായാൽ അങ്ങോട്ട് ഓടണം. എവിടെയെങ്കിലും വർഗീയ കലാപമോ രാഷ്ട്രീയ സംഘടനയോ ഉണ്ടായാൽ അവിടെ ചെന്ന് ഊണും ഉറക്കവും ഒഴിച്ച് കാവൽ നിൽക്കണം. അവരുടെ തെറിവിളിയും കല്ലേറും ഏൽക്കണം. മേലധികാരികൾക്ക് ചവിട്ടാനായി മുതുക് കുനിച്ച് നിന്നുകൊടുക്കണം. അവസാനമോ ഏതെങ്കിലും ഒരു നാറിയ രാഷ്ട്രീയക്കാരന്റെ അപ്രീതി സമ്പാദിച്ചുകൊണ്ട് കൂടും കുടുക്കയും എല്ലാമായിട്ടൊരു സ്ഥലം മാറ്റും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യണം? വീട് എറിഞ്ഞ് തകർത്തിരിക്കുകയാണ്. ഞാനിവിടെ പരാതി തന്നു കഴിഞ്ഞു. താങ്കൾ ആക്ഷൻ എടുക്കില്ലെന്ന് ഇൻഡയറക്റ്റായി പറയുകയും ചെയ്തു. ഞാൻ കയ്യും കെട്ടി വെറുതെ ഇരുന്നാൽ മതിയോ? സർ, ഞാൻ മറ്റൊരു കാര്യം ചെയ്യാം. ഗുണ്ടകളുടെ ആക്രമണ ഭീഷണിയുണ്ട് എന്ന് കാണിച്ച് ഒരു അപേക്ഷ തന്നാൽ വീടിന് പോലീസ് പ്രൊട്ടക്ഷൻ തരാം. ഉടനെ സ്റ്റാൻലി രോഷാകുലനായിട്ട് പറയുക, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ ഇൻസ്പെക്ടർ. നിങ്ങൾ ഇത് കണ്ടോ? സ്റ്റാൻലി ക്രൂദ്ധനായി പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് കാട്ടി. എൻ്റെ വീട് ആക്രമിക്കാൻ വരുന്നവനെ ഞാൻ ഇതുകൊണ്ട് നേരിടും. ഇതിൻ്റെ കേസേ ഞാൻ തന്നെ അങ്ങ് നോക്കിക്കൊള്ളാം. ലൈസൻസ് ഉള്ള തോക്കാണല്ലോ ഇത്. നിങ്ങൾ പാർട്ടി ഗുണ്ടകൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നതുവരെ അവരെറിഞ്ഞ ഒരൊറ്റ കല്ലോ ഒരു പൊട്ടിയ കഷ്ണമോ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നും സിറ്റ് ഔട്ടിൽ നിന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ SI പറയുകയാണ്, സാറേ, സാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. സാറിനറിയുമോ, മുൻപ് ഇടുക്കിയിലെ സ്റ്റേഷനിലായിരുന്നു ഞാൻ. പാർട്ടി ഗുണ്ടകളിൽ ഒരുത്തൻ അവിടുത്തെ ഒരു കർഷകന്റെ റബ്ബർ കൃഷി വെട്ടി നശിപ്പിച്ചു. കർഷകൻ തന്നെ പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തന്നു. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ലോക്കൽ നേതാവ് ഇടപെട്ടപ്പോൾ ചിത്രം മാറി മറിഞ്ഞു. വാദിയായിരുന്ന കർഷകൻ പ്രതിയായി, പ്രതിയായിരുന്ന പാർട്ടി ഗുണ്ട വാദിയുമായി. മുഖം നോക്കാതെ ആക്ഷൻ എടുത്ത എനിക്ക് അഞ്ചലിലേക്ക് ട്രാൻസ്ഫറും കിട്ടി. ഇതാണ് സാറേ ഇവിടുത്തെ രാഷ്ട്രീയ നീതി. സ്റ്റാൻലി കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ അയാൾക്ക് പുനലൂരിൽ ചില രാഷ്ട്രീയ സ്വാധീനവും അധികാര ബന്ധങ്ങളുമുള്ള ചില ക്ലബ് അംഗങ്ങളെ പരിചയമുണ്ടായിരുന്നു. പ്ലാന്റർമാരും പോലീസ് ഓഫീസർമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ക്ലബിലെ മെമ്പർമാരാണ്. സ്റ്റാൻലി ആ സ്വാധീനം ഉപയോഗിച്ച് ചില മുന്നേറ്റങ്ങൾ നടത്തി. പത്ര റിപ്പോർട്ടർമാരെ അഞ്ചലിലെ വീട്ടിൽ വിളിച്ചു വരുത്തി വീട് തകർന്നതിൻ്റെ ഫോട്ടോ എടുപ്പിക്കുകയും കല്ലേറിലേക്ക് നയിച്ച സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു. പോലീസിന്റെ നിഷ്ക്രിയത്വത്തെക്കുറിച്ചുകൂടി തുറന്നടിച്ചു. പിറ്റേന്ന് പത്രങ്ങളുടെ ലോക്കൽ പേജിൽ വാർത്തയും ചിത്രവും വന്നു. അതിനുശേഷം പോലീസിന്റെ അന്വേഷണത്തിൽ നേരിയ ഉണർവ് ദൃശ്യമായി. SI സ്റ്റാൻലിയെ വിളിച്ചിട്ട് പറയുകയാണ്, സാറേ, സാറിന്റെ ക്യാമ്പയിൻ ഒരു ചെറിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. സംഗതി എന്താണെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ആക്ഷൻ എടുക്കാമല്ലോ. വേണ്ടി വന്നാൽ 3-4 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുവാനുമാണ് ഉത്തരവ്. കോടതിയിൽ ഹാജരാക്കാതെ ജാമ്യത്തിൽ വിടത്തക്ക വിധത്തിൽ ലഘുവായ കുറ്റകൃത്യമേ പ്രതികളുടെ പേരിൽ ഉണ്ടാകാവൂ. എന്തായാലും സാറിന്റെ പരിശ്രമം തീർത്തും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ. സ്റ്റാൻലി എല്ലാം മൂളിക്കേട്ടു. 3 ദിവസം കൂടി സ്റ്റാൻലി അഞ്ചലിലെ വീട്ടിൽ താമസിച്ചു. SI പറഞ്ഞത് തന്നെയായിരുന്നു സത്യം. പ്രതികളെ പിടികൂടുവാൻ ആസൂത്രിതമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു സുപ്രഭാതത്തിൽ 3 പേരെ വീടിന് കല്ലെറിഞ്ഞു എന്ന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു മുൻധാരണയിൽ അവർ പോലീസിന് കീഴടങ്ങുകയായിരുന്നു എന്നതായിരുന്നു സത്യം. അധികമാരും അത് അറിഞ്ഞില്ല. കീഴടങ്ങിയ 3 പേരും അന്നാട്ടുകാരല്ലെന്നുള്ളതും സംഭവ ദിവസം അവർ അഞ്ചലിലോ പ്രാന്തപ്രദേശത്തോ ഇല്ലായിരുന്നു എന്നുള്ളതും കോടതിയിൽ കേസെത്തുമ്പോൾ എടുത്തു പ്രയോഗിക്കേണ്ട തുറുപ്പ് ഷീട്ടുകളായി അവശേഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പ്രതികൾ ജാമ്യത്തിൽ പോയതോടെ ഒരു കാര്യം സ്റ്റാൻലിക്ക് ബോധ്യപ്പെട്ടു. ആരൊക്കെ എത്രയൊക്കെ പരിശ്രമിച്ചാലും ലോക്കൽ നേതാവിൻ്റെ നീതിയെ ഇവിടെ നടപ്പാവൂ. ഭരണം അവരുടെ കൈവശമാണ്. വീടിന് നേർക്ക് പിന്നീട് ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ കുളത്തുപുഴയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് സ്റ്റാൻലിക്ക് ടാനിയായി ഒന്ന് ഗുണദോഷിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. കാരണം അവളാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാരി. ഇനിയെങ്കിലും അവൾ നന്നായേ പറ്റൂ. അതിന് ആദ്യം ചെയ്യേണ്ടത് ഷാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും അവനെപ്പറ്റിയുള്ള ഓർമ്മകൾ പോലും മനസ്സിൽ നിന്നും പിഴുതു കളയുകയുമാണ്. പക്ഷേ ടാനിയായുമായി സംസാരിക്കുവാൻ അലീന സ്റ്റാൻലിയെ സമ്മതിച്ചില്ല. പപ്പയ്ക്ക് പറയാനുള്ളതിൽ കൂടുതൽ അവൾക്കറിയാം. രക്ഷപ്പെടണമെന്ന് അവൾക്ക് ആഗ്രഹവുമുണ്ട്. അതുകൊണ്ടാണ് അവൾ അവളുടെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ തന്നതും കോളേജിൽ പോകാതിരുന്നതും. ഇപ്പോൾ പഠിപ്പ് മുടക്കി വീട്ടിൽ തന്നെ അവൾ നിൽക്കുന്നത് പോലും അവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊരു വിടുതലിനു വേണ്ടിയാണ്. അപ്പോൾ സ്റ്റാൻലി, ഒരു വാക്കു പറഞ്ഞാൽ പോരെ അലീനെ അവൾക്ക്? നിന്നെ എനിക്ക് കാണണ്ട. നീയുമായി ഇനിമേൽ യാതൊരു ബന്ധവും എനിക്കില്ല. തീർന്നില്ലേ പ്രശ്നം? അവനെ പേടിച്ചിട്ടാണോ അവൾ കോളേജിൽ പോകാതിരിക്കുന്നത്? ഞാൻ അവളെ കോളേജിൽ കൊണ്ടുപോയി വിടാം എല്ലാ ദിവസവും. അവനെ പേടിച്ചല്ല പപ്പ, അവൾക്ക് അവളെ തന്നെയാണ് പേടി. നമ്മളൊക്കെ സ്നേഹത്തെ അളക്കുന്നത് പലതരം ലാഭനഷ്ട കണക്കുകൾ വെച്ചല്ലേ.
പണം, കീർത്തി, സമ്പത്ത്, തൊഴില്, കുടുംബം, തറവാടിത്തം, അങ്ങനെ എന്തെല്ലാം അളവുകോലുകൾ. അതേപ്പറ്റി ഒന്നും ധാരണയില്ലാതിരുന്ന പ്രായത്തിൽ സ്നേഹത്തിൽ വീണുപോയവളാണ് അവൾ. അതവളുടെ പ്രാണനിൽ പതിഞ്ഞുപോയി. പപ്പ അവളെ കണ്ടില്ലേ, 5-6 ദിവസം കൊണ്ട് പകുതിയായി. വേദനിച്ചാ അവൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, നീ പിന്നെ ഇതിനെങ്ങനെ പരിഹാരം കാണും? ഞാനല്ല, പപ്പ തന്നെ പരിഹാരം കാണണം. ഞാനോ? പപ്പ ഇതുങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകണം കുളത്തുപുഴയ്ക്ക്. ഈ വീട് അടച്ചു പൂട്ടണം. എൽസമ്മയടക്കം എല്ലാവരെയുമോ? പപ്പയുടെ ഭാര്യയല്ലേ, പിന്നെന്താ കൊണ്ടുപോയാല്? എൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയവളാണവൾ. എൻ്റെ അനുവാദമില്ലാതെ എന്നെ ധിക്കരിച്ചും വെല്ലുവിളിച്ചും. 2 നിമിഷം സ്റ്റാൻലി മൗനമായി നിന്നിട്ട് നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ട് വീണ്ടും തുടരുകയാണ്. അവളുടെ ഓരോ പ്രവൃത്തിയിലും എന്നോടുള്ള ശത്രുത സൂചിമുന പോലെ കൂർത്തുനിന്നു. ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോട് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തി കൂടി അവൾ ചെയ്തു. മക്കളുടെ മുൻപിൽ എന്നെ ഒരു നീച കഥാപാത്രമായി അവൾ മുദ്രകുത്തി. പപ്പ, നമുക്കവരെ തിരുത്തണ്ടേ? അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് ഇനി വലിയ ഗുണമൊന്നുമില്ല അലീന. പപ്പയ്ക്ക് തനിയെ ജീവിക്കുന്നതാണ് സുഖം, അല്ലേ? അലീന, ഈ ഒറ്റപ്പെടലിന് പിറകെ ഞാൻ അനുഭവിച്ചു തീർത്ത ഹൃദയവേദന എത്ര അധികമാണെന്ന് നിനക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഇനി ഒരിക്കൽ കൂടി എനിക്കത് താങ്ങാൻ പറ്റില്ല. നീ എന്നെ തിരുത്താൻ ശ്രമിക്കരുത്. ഒരു തോക്കിൻ കുഴൽ എൻ്റെ തന്നെ ചെവിയിലേക്ക് തിരികി നിറയൊഴിക്കുന്നതാണ് എനിക്കതിനേക്കാൾ അഭിമാനം. കഠിനമായ അന്തസ്തോഭത്താൽ സ്റ്റാൻലിയുടെ ശബ്ദം വിറകൊള്ളുകയാണ്. ഒരു സ്ത്രീ തൻ്റെ മക്കളെ അവരുടെ അച്ഛനെതിരെ പകപോക്കുവാനുള്ള ആയുധമാക്കി അധപ്പതിപ്പിക്കുമ്പോൾ ഒരച്ഛൻ അനുഭവിക്കുന്ന നിസ്സഹായതയും വേദനയും എത്രയാണെന്നറിയണമെങ്കിൽ നീ ഒരു പുരുഷനായിട്ട് ജനിക്കണം അലീന. സ്റ്റാൻലിക്ക് പിന്നെയും പൂരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ രോഷാധിക്യം കൊണ്ട് വാക്കുകൾ കിട്ടിയില്ല. അയാൾ സിറ്റ് ഔട്ടിൽ നിന്നും ഇറങ്ങി ജീപ്പിനടുത്തേക്ക് പോയി. അലീന ചുമരിലേക്ക് ചാരി നിന്നു. അവൾക്കൊരു തളർച്ച തോന്നി. ഇത്രയൊക്കെ വാരി അടുപ്പിച്ചു കൊണ്ടുവന്നിട്ട് തോറ്റുപോവുകയാണോ ദൈവമേ? അവളുടെ കണ്ണു നീറി. സ്റ്റാൻലിയുടെ ജീപ്പ് ഗേറ്റ് കടന്ന് ദൃഷ്ടിപഥത്തിൽ നിന്നും മറയുന്നത് ഓളം വെട്ടുന്ന ജലച്ഛായ പോലെ അവൾ കണ്ടു. വലിയൊരു മഴ പെയ്തു തോർന്നതേയുള്ളൂ. ആകാശം പിന്നെയും കാർമേഘങ്ങളെ കൊണ്ട് മൂടിക്കിടക്കുന്നു. വീണ്ടും ഒരു പേമാരിയുടെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആകാശത്ത് ഇടിമുഴങ്ങുകയും മിന്നലുകൾ പുളഞ്ഞു പായുകയും ചെയ്തുകൊണ്ടിരുന്നു. ശക്തിയായി വീശിക്കൊണ്ടിരുന്ന കാറ്റിൽ ഇലകൾ പറന്ന് ജനലിലൂടെ എൽസമ്മയുടെ മുറിയിലേക്ക് വീണു. മുറിയുടെ മൂലയ്ക്ക് ചോർന്നു വീണ മഴവെള്ളം തുടയ്ക്കുകയായിരുന്നു അലീന. ഗേറ്റിൽ നിന്ന് ഒരു ബൈക്കിന്റെ ഹോൺ ശബ്ദം കേട്ടപ്പോൾ അലീനയ്ക്ക് പന്തികേട് തോന്നി. ബബിത പെട്ടെന്ന് മുറിയിലേക്ക് ഓടി വന്നു. അലീന ചേച്ചി, അവൻ വീണ്ടും വന്നിരിക്കുന്നു, ഷാൻ. അലീന ടവലുമായി നിവർന്നു. ആരൊക്കെയുണ്ട് കൂടെ? അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ ചെന്ന് നായ്ക്കൂട് തുറന്നു വിട്ടേക്ക്. അവൻ ഗേറ്റിനകത്തേക്ക് അതിക്രമിച്ച് കയറരുത്. ബബിത അപ്പോൾ തന്നെ നായ്ക്കൂടിന് സമീപത്തേക്ക് പോയി. അലീന കിച്ചണിൽ വന്ന് ജനലിലൂടെ നോക്കി. ബൈക്ക് ഗേറ്റിനോട് ചേർത്ത് വെച്ച് അതിൽ ചാരി ശാന്തനായി നിൽക്കുകയാണ് ഷാൻ. ഇടയ്ക്കിടെ വഴിപാടെന്നതുപോലെ ഹോൺ അടിക്കുന്നുണ്ട്. അലീന ടാനിയയുടെ മുറിയിൽ ചെന്നു. ടാനിയായും ജനാലയ്ക്കടുത്ത് നിൽപ്പുണ്ട്. ജാലകവിരിക്ക് മറഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും അവൾക്ക് അവനെ കാണാം. അലീനയുടെ കാലൊച്ച കേട്ട് അവൾ മുഖം തിരിച്ചു. അവളുടെ മുഖത്ത് വികാരങ്ങളുടെ വേലിയേറ്റം കാണാമായിരുന്നു. അവളുടെ ഹൃദയം കുതിച്ചു തുള്ളുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. കസ്തൂരിമാൻ അതിൻ്റെ ഇണയെ തേടിയെത്തിയിരിക്കുന്നു. മലഞ്ചെരുവുകളെ തഴുകി വരുന്ന കാറ്റിൽ കലർന്ന കസ്തൂരി ഗന്ധം തിരിച്ചറിഞ്ഞ പേടമാൻ കാതരമായ മിഴികളോടെ തല ഉയർത്തി ക്രാണിച്ച് ചുവടുകൾ ഇളക്കി ചവിട്ടി പരിഭ്രമിച്ചു നിൽക്കുന്നു. അലീനയുടെ മുമ്പിൽ ടാനിയ മുഖം താഴ്ത്തി. അലീന അങ്ങനെ തന്നെ നിന്നു. ഷാൻ ഗേറ്റിനരികിലൊന്നും മാറുന്നതേയില്ല. കണ്ടിട്ടേ പോകൂ എന്ന ഉറച്ച മട്ടിൽ ഒരു നിൽപ്പാണ്. ഇടയ്ക്കിടെ ഹോണും അടിക്കുന്നുണ്ട്. ടാനിയ മുഖമുയർത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ പോയിന്ന് കണ്ടോട്ടെ ചേച്ചി? എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ. വന്നത് എന്നെ കാണാനല്ലെന്ന് നിനക്കറിയില്ലേ? എന്നാൽ ചേച്ചി ചെന്ന് പറ പൊയ്ക്കൊള്ളാൻ. അങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ടാനിയ കരച്ചിലിൻ്റെ വക്കോളമെത്തി. അലീന രണ്ടും കൽപ്പിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ശാന്തമായ സ്വരത്തിൽ ചോദിക്കുകയാണ്, എന്തിനാണ് ഷാൻ വന്നത്? അവൻ തളർന്ന സ്വരത്തിൽ പറയുകയാണ്, ടാനിയായി ഒന്ന് കാണണം. എന്തിന്? ഇത്രയും ഉപദ്രവിച്ചതൊക്കെ പോരെ? അവൾക്കും ഈ കുടുംബത്തിനും മാനക്കേടുണ്ടാക്കി, പോലീസ് കേസും വഴക്കും ഉണ്ടാക്കി, വീട് കല്ലെറിഞ്ഞ് തകർത്തു. ഇനിയെങ്കിലും അവളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? ഷാൻ ബൈക്കിൻ്റെ ടാങ്ക് ബാഗിൽ കൈയിട്ട് ഒരു കെട്ട് കവറുകൾ എടുത്തു. ഇതെല്ലാം അവൾ എനിക്ക് തന്ന പ്രേമലേഖനങ്ങളാ. ഇത് തിരിച്ചു കൊടുക്കണം, യാത്ര പറയണം, അത്രയും മാത്രമേ ഉള്ളൂ. അതിനെ അവൾക്ക് വേണ്ട, കത്തിച്ച് കളഞ്ഞേക്ക്. ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ഞാൻ പോലീസിനെ വിളിക്കും. വിളിച്ചോ, അപ്പോൾ സംഗതി കുറെ കൂടി വഷളാകും. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല അവളെ കാണാൻ വരുന്നത്. നിങ്ങളുടെ പട്ടിയൊക്കെ 2 വാരിക്കുന്തത്തിൽ കോർക്കാനേ ഉള്ളൂ. ഷാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പക്ഷെ നില തെറ്റിയിട്ടില്ല. പറഞ്ഞത് കേട്ടല്ലോ, അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ കണ്ടിട്ടേ പോകൂ. മഴ പെയ്താലും ഇടിവെട്ടിയാലും ഇരുട്ടു വീണാലും. അലീന ഒന്നും മിണ്ടാത്ത തിരികെ വീട്ടിലേക്ക് കയറിപ്പോയി. ടാനിയ ഓടിപ്പിടഞ്ഞ് അവളുടെ അടുത്തെത്തി.
എന്തു പറഞ്ഞു ചേച്ചി? നിന്നെ കാണാനാ വന്നതെന്ന്. ഞാൻ ഞാൻ പോയി കണ്ടോട്ടെ? അത് വേണ്ട മോളെ, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ടാനിയയുടെ കണ്ണ് നിറഞ്ഞു. ഷാനിനോട് പോയിക്കൊള്ളാൻ ചേച്ചി പറഞ്ഞില്ലേ? പറഞ്ഞു. നിന്നെ കണ്ടിട്ടേ പോകൂ എന്ന് പറയുകയാണ്. എനിക്ക് അതത്ര ശരിയായി തോന്നിയില്ല. ഗേറ്റിൽ നിന്ന് വീണ്ടും ഹോണിന്റെ ശബ്ദം കേൾക്കുകയാണ്. കാറ്റാഞ്ഞടിച്ച് എവിടെയോ ജനൽപ്പാളി ശക്തമായി അടഞ്ഞു. കണ്ണഞ്ചിക്കുന്ന ഒരു മിന്നൽ, ചെകിടുപൊട്ടുന്നൊരു ഇടിനാദം. വാതിലുകളും ജനലുകളും വിറപൂണ്ടു. ടാനിയ തേങ്ങിക്കൊണ്ട് പറയുകയാണ്, ഷാനിങ്ങനെ നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ ചേച്ചി. എൻ്റെ ചങ്കു പൊടിയുന്നു. ഞാൻ ചെന്ന് പറഞ്ഞയച്ചോട്ടെ? അവൻ പൊയ്ക്കൊള്ളും മോളെ, നീ പോകണ്ട. ഇല്ല, എന്നെ കാണാതെ പോവില്ല, എനിക്കറിയാം. ചേച്ചി എന്നെ തടയരുത്. പെട്ടെന്ന് ടാനിയ മുറി വിട്ടിറങ്ങി. മോളെ, അരുത്, നീ പോകരുത്. അവൻ്റെ കൂടെ ഞാൻ ഓടിപ്പോകത്തില്ല ചേച്ചി. അതുപോരെ? സിറ്റൗട്ടിലെത്തിയതും അവൾ ഓടി മുറ്റത്തിറങ്ങി. അലീനയും പിന്നാലെ ചെന്നു. നായ്ക്കൾ ഗേറ്റിനരികെ മണം പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഗേറ്റിനരികിലേക്ക് അവൾ എത്തിയപ്പോൾ അലീന പിൻപിൽ നിന്നുകൊണ്ട് പറയുക, അവിടെ നിന്നോട്ട് സംസാരിച്ചാൽ മതി. ഷാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ടാനിയ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ്, എന്തിനാ ഷാൻ വന്നത്? പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. വേണ്ട, ഇനി വരണ്ട. ഷാൻ ഞങ്ങളോട് എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തേ. എടിയൊക്കെ നിനക്ക് വേണ്ടിയാ. എനിക്ക് തന്ന വാക്ക് അത് നീ തെറ്റിച്ചില്ലേ? ഞാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരാമെന്നും ഏത് നരകത്തിലായാലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നും നീ സത്യം ചെയ്ത് പറഞ്ഞിരുന്നതല്ലേ? ഷാൻ, നമുക്കതിനുള്ള പ്രായമായിട്ടില്ല. സമയം വരുമ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിക്കും. ഞാനിനി വേറെ കല്യാണം കഴിക്കില്ല. ഷാനും നല്ലൊരു ജോലിയൊക്കെയായി നന്നായിട്ട് ജീവിക്കുമ്പോൾ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ലടി. ഇപ്പം നീ എന്നെ ഉപേക്ഷിച്ച അതെന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചതുപോലെയാ. എനിക്ക് പഠിക്കണ്ടേ ഷാൻ? എനിക്കൊരു ജോലി വേണ്ടേ? ആ, ഈ ഐഡിയ ഒക്കെ നിന്റെ അലീന ചേച്ചി കുത്തിവെച്ചതല്ലേ? മുമ്പിതൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഷാൻ. ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഇനി നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ നിമിഷം നീ എൻ്റെ കൂടെ വരണം. വരാൻ പറ്റുമോ നിനക്ക്? ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആൾക്കൂട്ടമില്ല, പാർട്ടിക്കാരില്ല, കൂട്ടുകാരാരുമില്ല. ടാനിയയുടെ നോട്ടമൊന്ന് പാളി. അലീന അരികെ നിൽക്കുകയാണ്. അവൾ വീണ്ടും പറയുകയാണ്, ഞാൻ വരില്ല. ഷാൻ നിർബന്ധിക്കരുത്. ശരി, നമുക്കിവിടെ വെച്ച് പിരിയാം. ഇനിയൊരു യാത്ര പറച്ചിൽ വേണ്ട. പിന്നെ നീ എനിക്ക് തന്ന എഴുത്തുകളാണ് ഇത് മുഴുവൻ. ഇത് നീ തന്നെ വെച്ചോ. എനിക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. ടാനിയ അത് കേട്ട് വിതുമ്പിക്കരഞ്ഞു. പിന്നെ ഒരു കാര്യം, എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് തിരിച്ചു തരണം. ടാനിയ തിരിഞ്ഞ് അലീനയെ ദയനീയമായി ഒന്ന് നോക്കി. അലീനയാണ് ആ ഫോൺ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവൾ പറയുകയാണ്, ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാം. അലീന വേഗം തിരിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഷാൻ വീണ്ടും ടാനിയയോട് പറയുകയാണ്, ദാ ഇത് നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ. അവൻ ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ കത്തുകളിരുന്ന കൈ അകത്തേക്ക് കടത്തി. ടാനിയ കരഞ്ഞുകൊണ്ട് ഗേറ്റിനടുത്തേക്ക് നീങ്ങി. അത് വാങ്ങി. ടാനിയയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഷാൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ ചോദിക്കുകയാണ്, നമുക്കിനി ഒരിക്കലും ഒന്നിച്ചു ജീവിക്കാൻ പറ്റില്ല അല്ലേ? ടാനിയ വിങ്ങിപ്പൊട്ടി. സാരമില്ലടി, ഞാൻ സഹിച്ചോളാം. അവൻ കണ്ണു ചിമ്മി. എനിക്കൊരു ഉമ്മതാടി. അവസാനമായിട്ട് ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. ടാനിയ വിങ്ങിക്കരഞ്ഞുകൊണ്ട് ഗേറ്റിനോട് ചേർന്ന് നിന്നു. ഷാൻ അഴികളിലൂടെ വിടവിലേക്ക് തൻ്റെ മുഖം ചേർത്ത് വെച്ചു. ടാനിയ കണ്ണുനീരോടെ അവൻ്റെ നെറ്റിയിലേക്ക് ചുംബിച്ചു. എന്നിട്ട് അവൾ യാചിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം. ഷാൻ മെല്ലെ മന്ത്രിച്ചു, ഇല്ല, എന്നെ കളഞ്ഞിട്ട് നീ ഇനി ജീവിക്കണ്ട. പൊടുന്നനെ ഷോക്കേറ്റതുപോലെ ടാനിയ ഞെട്ടി മുഖം കുനിച്ച് താഴേക്ക് നോക്കി. വസ്ത്രത്തിനുള്ളിലേക്ക് കയറിപ്പോയ കഠാരയുടെ പിടിയിൽ മുറുകെ പിടിച്ച മുഷ്ടി മാത്രം കണ്ടു. അലീന മൊബൈൽ ഫോൺ എടുത്ത് സിറ്റൗട്ടിലേക്ക് കടന്നതും അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ടാനിയ അലറി കരയുന്നതും കേട്ടു. ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ ഇടത് കൈ കടത്തി ടാനിയയെ ചുറ്റിപ്പിടിച്ച് വലത് കൈകൊണ്ട് വയറ്റിൽ കുത്തിയിറക്കിയ കഠാര വലിച്ചൂരി ഷാൻ വീണ്ടും കുത്തുന്നത് കണ്ട് അലീന ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ടാനിയയുടെ കയ്യിൽ നിന്നും കത്തുകളുടെ കെട്ട് ഉതിർന്നു താഴേക്ക് വീണു. മോളെ! ആർത്തമായൊരു നിലവിളിയോടെ സ്വന്തം കുഞ്ഞിനടുത്തേക്ക് ഉഴറിയെത്തുന്ന മൃഗത്തെ പോലെ അലീന ഗേറ്റിലേക്ക് പാഞ്ഞു ചെന്നു. മൊബൈൽ ഫോൺ എവിടെയോ വീണുപോയി. ടാനിയയുടെ പുറകിലേക്ക് എത്തിയ അലീന ഇരു കൈകൊണ്ടും അവളെ വാരിപ്പിടിച്ചു. സർവശക്തിയും എടുത്ത് പുറകിലേക്ക് വലിച്ചു. അതിനിടയിൽ ഷാൻ ഒരു കുത്തുകൂടി കുത്തി. ഷാന്റെ പിടി വിടുവിച്ച് ടാനിയയും കൊണ്ട് അലീന പിന്നോട്ട് മലച്ചു വീണു. ചോര ഇറ്റിറ്റു വീഴുന്ന കഠാരയും കയ്യിൽ പിടിച്ച് ഷാൻ ഗേറ്റ് തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ഭ്രാന്തൻ കൊലയാളിയെപ്പോലെ അവൻ സ്വയം ഒന്നാമറി. അവന് അലീനയെ കൂടി ആക്രമിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഗേറ്റ് പൂട്ടിയിരുന്നതിനാൽ അതവന് തുറക്കാൻ സാധിച്ചില്ല. ഷാൻ ഇടത് കൈ അകത്തേക്കിട്ട് വിക്കറ്റ് ഗേറ്റിന്റെ ഓടാമ്പലെടുക്കുവാൻ ശ്രമിച്ചു. ഒരു നായ ഗർജിച്ചുകൊണ്ട് അവൻ്റെ കൈക്ക് നേരെ ചാടി. അവൻ കൈ പിൻവലിക്കും മുമ്പേ കൈത്തണ്ടയിൽ കടി വീണു. വേദന കൊണ്ട് അവനൊന്ന് അലറി. നായ ഒരു കടുവയെപ്പോലെ അവൻ്റെ കൈ കടിച്ചു കുടഞ്ഞു.
ഷാൻ കൈ വല്ല വിധേനയും ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ വലിച്ചെടുത്തു. അവന്റെ കൈത്തണ്ടയിൽ നിന്നും കുറെ മാംസം ചീന്തിപ്പോയി. അവന്റെ കയ്യിൽ നിന്നും ചോര ഒഴുകിക്കൊണ്ടേയിരുന്നു. അലീനയും ടാനിയായും വീണ് കിടക്കുന്നിടത്തേക്ക് ഷാൻ ഒന്നുകൂടി നോക്കി. ടാനിയായിക്ക് അനക്കമൊന്നുമില്ല. അവളുടെ ഉടൽ ചോരയിൽ കുതിർന്നിരിക്കുന്നു. കഠാരക്കുത്തേറ്റ് തുളഞ്ഞ ചുരിദാറിന്റെ പഴുതിലൂടെ തിളച്ചു പൊന്തുന്നത് പോലെ ചോര വരുന്നത് അവന് കാണാമായിരുന്നു. ഷാൻ കഠാര താഴെയിട്ടു. കയ്യിൽ പുരണ്ട രക്തം ഷർട്ടിൽ തുടച്ചു. ഇടത് കൈയിൽ പട്ടി കടിച്ച് ചീന്തി തൂങ്ങിക്കിടക്കുന്ന മാംസപ്പാളിയിലൂടെ ചോര ഒലിച്ചു വീഴുന്നുണ്ടായിരുന്നു. അവനത് വകവയ്ക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിൽ ഇരുന്നു കൊണ്ട് ഒന്നുകൂടി ടാനിയായെ നോക്കി. അടുത്ത നിമിഷം ബൈക്ക് ഗിയറിലിട്ട് ഓടിച്ചുപോയി. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുവാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.